ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം ഞാനും അച്ചുവും കൂടെ ഒരു മൂക്കുത്തി വാങ്ങാനായിട്ട് പോവാണ്. ആക്ച്വലി എനിക്ക് 2 അച്ചുവുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും അച്ചുവാണ്, എൻ്റെ അനിയത്തിയുടെ പേരും അച്ചുവാണ്. അപ്പം ഞങ്ങൾ ജൂനിയർ അച്ചുവിനെയും കൂട്ടിയിട്ട് മൂക്കുത്തി വാങ്ങാനായിട്ട് പോവുകയാണ്. അവൾ ഓൾറെഡി ജോർജിയയിൽ വെച്ചിട്ട് മൂക്ക് കുത്തിയിട്ടാണ് വന്ന് റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അവളത് ഊരിയപ്പോഴേക്കും അതങ്ങനെ എന്തോ പഴുത്തിട്ട് സെറ്റായിപ്പോയി. അപ്പം മൂക്കൊന്നുകൂടെ കുത്തണം. പിന്നെ വേറൊരു മൂക്കുത്തിയും കൂടെ നോക്കാനായിട്ട് അങ്ങനെ പോവുകയാണ്. നമ്മൾ പോകുന്ന ജ്വല്ലറിയിൽ മൂക്ക് കുത്താൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. അതോ ഇനിയിപ്പോൾ ഗണ്ണാണോ ഉള്ളതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ മൂക്ക് കുത്താനാണ് നമ്മൾ പ്ലാൻ. അവിടെ ആളുണ്ടെങ്കിൽ കുത്താമെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ മൂക്കുത്തി മാത്രം വാങ്ങിച്ചിട്ട് വരാനാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് ജ്വല്ലറി എത്തി. അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ അവിടെ നിന്ന് സ്റ്റാഫ് നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ നല്ല റേറ്റാണ്. ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഗോൾഡ് തന്നെ മതിയെന്ന്. അപ്പം അതിൽ കുറച്ച് കളക്ഷൻസൊക്കെ ഇങ്ങനെ നോക്കി അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട 1-2 ഒക്കെ നോക്കുന്നുണ്ട് അവൾ. വസ്തുവിനെയും കൂടെ കൊണ്ടുപോയെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്നാൽ പിന്നെ ബഹളമായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എന്നെ അന്വേഷിക്കും. പിന്നെ അവിടെ ഇരുന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അമ്മയും ചേച്ചിയും ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. പിന്നെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നു. അവൻ എന്തായാലും പുറത്തൊക്കെ പോയി കറങ്ങിയടിച്ച് നടക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പം അവനെയും കൂടെ കൊണ്ടുവന്നു. പിന്നെ അവിടെ കുറച്ച് അമ്മമ്മമാരെയൊക്കെ കണ്ടപ്പോൾ അവരെയൊക്കെ അമ്മമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ അച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് 1-2 ഒക്കെ നോക്കി. നമുക്ക് ഇട്ട് നോക്കാത്തത് കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. എങ്കിലും അവൾക്ക് ചേരുമെന്ന് തോന്നിയ ഒരെണ്ണം അവൾ ഈ 2 നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കും അത് ഇഷ്ടമായി. പിന്നെ വസുവിനെയും കൊണ്ട് വെച്ച് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തിട്ട് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. അവന് പിന്നെ അവിടെ നിൽക്കണം, നടക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആ മിററിലൊക്കെ ഇങ്ങനെ പിടിച്ച് കുറേ സമയം നിന്നു. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി. നമുക്ക് ടെക്സ്റ്റൈൽസിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ഇവൻ പിന്നെ ഭയങ്കര സഹകരണമായതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ATMലൊക്കെ പോയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നല്ല ഈവനിങ് വ്യൂ ഒക്കെ നോക്കി ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.